അതിന്റെ വേദന എളുപ്പമൊന്നും മാറില്ല. ജീപ്പ് വഴി കിടന്നു സർക്കാരത്തിന്റെ ഉത്തരവാദിത്വം. പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് നടക്കണം. അതിനെന്താ, കേറിയട്ടെ സാർ. ആ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടല്ലേ? ഇല്ലേ? ഉണ്ട്. എവിടെ വെച്ച്? അത് വ്യക്തമായി എനിക്ക് ഓർമ്മയില്ല സർ. നിത്യേന നൂറുകണക്കിന് ആളുകളും അവരുടെ പ്രശ്നങ്ങളും കേൾക്കുന്ന എനിക്കാണ് പിന്നെ ഓർമ്മ. ആ എന്തെങ്കിലും ആകട്ടെ. തന്റെ പേരെന്താടോ? ബഷീർ എന്നാ സർ. ബഷീർ. അപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട്. കാണേണ്ട രീതി തന്നെ കണ്ടിട്ടുണ്ട്. അസീം ബായിയുടെ മാനേജർ അല്ലേ? സർ ഞാനിപ്പോ അതിലൊന്നുമില്ല. അസീം ഭായി എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. അറിഞ്ഞാൽ എന്താടോ കുഴപ്പം? എടോ പണ്ടെങ്ങോ താനോ അസീം ബായിയോ മുമ്പിൽ ഒന്ന് ചാടിയിട്ടുണ്ടെന്ന് കരുതി ഞാൻ തന്നോട് പിന്നെയും ആ വൈരാഗ്യം വെച്ചോണ്ടിരിക്കാൻ താൻ എന്നെയോ എന്റെ കുടുംബത്തെയോ ഉപദ്രവിച്ചിട്ടില്ലല്ലോ. എടോ പോലീസിൽ ഇതൊക്കെ പതിവാ. അല്ല ഇവിടെ തനിക്കെന്താ പരിപാടി? ഇവിടെ ബിസിനസ് കാര്യങ്ങളാ, ടെക്സ്റ്റൈൽസ് ബിസിനസ് നടത്തുന്നേ. ഓ അസീം ബായിയോ? ഒന്ന് രണ്ട് ഹോട്ടലൊക്കെ തുടങ്ങിയിരുന്നു. ഞാനങ്ങനെ വിളിക്കാറൊന്നുമില്ല. അതാ അതിന്റെ ഒരു ശരി. എടോ ജീവിതത്തിൽ മനുഷ്യനും മതിച്ചു നടക്കാൻ ഒരു സമയമുണ്ട്. അത് കഴിയുമ്പോ ഒതുങ്ങണം, നന്നായി ജീവിക്കണം. അല്ലാതെ വരുമ്പോഴാ പ്രശ്നമാകുന്നത് അല്ലേ? എന്നെ തിരിച്ചറിഞ്ഞിട്ടും സാറത്ര നന്നായി പെരുമാറുമെന്ന് ഞാൻ കരുതിയില്ല. ഓ ഇപ്പൊ തന്റെ പേടിയൊക്കെ പോയല്ലോ. ഇതൊക്കെ ഒരു നിമിത്തമാടോ. അല്ലെങ്കിൽ കൃത്യമായി സർക്കാർ വാഹനം ഇവിടെ വന്ന് കേടാവുകയും ഞാൻ തന്റെ വണ്ടിക്ക് കൈ കാണിക്കുകയും ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? ഭൂമി ഉരുണ്ടതാ ബഷീറേ. നമ്മളൊക്കെ ഇങ്ങനെ തട്ടിയും മുട്ടിയും തന്നെ ജീവിക്കണം. ആ ഏതായാലും താൻ എന്നൊന്ന് വിട്. ബാക്കിയൊക്കെ നമുക്ക് വഴി വെച്ച് സംസാരിക്കാം. ഓക്കെ സർ. ചോദ്യം മാന്യമ ബഷീറേ. എന്നെ ഒന്ന് സ്റ്റേഷൻ വരെ കൊണ്ടുവിടാൻ ഞാൻ പറഞ്ഞു. താനത് ചെയ്തു. പോയിക്കോട്ടെ എന്ന് ചോദിക്കാം. പക്ഷേ എനിക്കത് സമ്മതിക്കാൻ പറ്റില്ല. ബഷീർ കുറച്ചു നേരം ഇവിടെ തന്നെ വേണം. എന്തിനാ സർ? ചുമ്മാ നമുക്ക് കൊച്ചു വർത്താനമൊക്കെ പറയാം. കൂട്ടത്തിൽ തന്റെ ബിസിനസ് കാര്യങ്ങൾ, ഇവിടെ താൻ കണ്ടെത്തിയ പുതിയ കൂട്ടാളികളെ കുറിച്ചൊക്കെ ആവാം. അല്ലെങ്കിൽ ഈ നാട്ടിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം തന്നെ ആയിക്കോട്ടെ, ഗ്ലോറി. സർ പണ്ട് ഗ്ലോറിയുമായി ഒരു റിലേഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതിന്റെ പേരിൽ ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ ബഷീറേ, പണ്ടത്തെ വൈരാഗ്യം കാത്തു സൂക്ഷിക്കുന്ന ആളല്ല ഞാൻ. ഇത് പുതിയതാ. ഒന്നുകിൽ ഒരു ടെസ്റ്റ് പേപ്പർ പോലെ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ബഷീർ ഉത്തരം പറയണം, അല്ലെങ്കിൽ ഞാൻ പറയിപ്പിക്കാം. ഇതിലേതാ വേണ്ടത്? സർ ഞാൻ മറ്റൊന്നിലും ഇടപെടാതെ മാന്യമായി ജീവിക്കുക. അതെ, എന്നാ മാന്യന്മാരെ കുറിച്ച് ചോദിക്കാം. ഒരു മാന്യൻ കൃഷ്ണൻ എന്നൊരാളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഡ്രൈവറാ. ഉണ്ടോ ബഷീറേ? ഇല്ല സർ, അങ്ങനെ ആരെയും എനിക്കറിയില്ല. ദേവനെയും യമുനെയും അപകടപ്പെടുത്തിയ ലോറി ഓടിച്ചിരുന്ന അതേ ആളാണ് ഡ്രൈവർ കൃഷ്ണൻ. പിടികിട്ടിയില്ല ബഷീറിന്? ഇല്ല സർ. കൃഷ്ണൻ ഇപ്പൊ എന്റെ കസ്റ്റഡിയിലുണ്ട്. അവന്റെ മൊഴിയിൽ അവന് പണം കൊടുത്ത് ഈ അപകടം ഉണ്ടാക്കാൻ പറഞ്ഞ ആള്
ഈ ബഷീറ. സാർ ഇത് കള്ളമാണ്. ഈ നാട്ടിൽ ഞാൻ ബിസിനസ് ഉറപ്പിക്കാതിരിക്കാൻ വേണ്ടി ആരോ കരുതി കൂട്ടി ചെയ്യുന്നതാ. നീ ആരാണ്? കോർപ്പറേറ്റ് കമ്പനി. നിനക്കിവിടെ ശത്രുക്കൾ എന്നറിയാൻ. ഇവിടുത്തെ നിന്റെ ബിസിനസ് ഒന്നു മാത്രമാ. പറടാ, എങ്ങനെയാ ഗ്ലോറി തിരിച്ച് നിന്റെ അടുത്തേക്ക് വന്നത്? നിന്റെ ബിസിനസിന് അവള് തയ്യാറായോ? പറടാ. അവൾക്ക് വേണ്ടി എന്തൊക്കെ കോൺട്രാക്ട് എടുത്തിട്ടുണ്ട് നീ? സർ, എനിക്ക് ഗ്ലോറിയുമായി ഒരു ബന്ധവുമില്ല. സർ, ബഷീറേ, ഇവിടുന്ന് ഞാൻ അങ്ങോട്ട് തുടങ്ങുക. സത്യമല്ലാതെ മറ്റെന്തെങ്കിലും നിന്റെ ഇന്ന് വീണോ ഒന്നുകളെയും ഞാൻ എവിടെ ഇട്ടു നിന്നെ. ഡ്രൈവർ കൃഷ്ണനെ കരാറേൽപ്പിച്ച നീയല്ലേ? മോനെ, സാറേ, എന്നെ തൊടുന്നൊക്കെ കൊള്ളാം. ചോദിക്കാൻ വരുന്ന ഒരു ജാമ്യക്കടലാസുമായിട്ടൊന്നും ആയിരിക്കില്ല വരിക. സാറിന് തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കും. എന്നെ തീർക്കും നീ. മലബാർ ഗോൾഡ് അവതരിപ്പിക്കുന്നു